ഇനി കൃത്യമായി പറഞ്ഞാൽ 19 ദിവസം 19 ദിവസമാണ് അവശേഷിക്കുന്നത് വോട്ടെണ്ണാൻ. പക്ഷേ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് കേരളീയ സമൂഹം UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു പൊതുബോധ നിർമ്മിതി ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ഇതിപ്പോ CPM-കാർ എന്നോട് ഇങ്ങനെ പരിഭവിക്കേണ്ട. CPM-കാർ ഉൾപ്പെടെ CPM അവർ പുറത്തു പറയാൻ പറ്റില്ല, പുറത്ത് പറഞ്ഞ തല പോകുക, അത് വേറെ കാര്യം. അവർ പുറത്ത് പറയില്ലെങ്കിലും അവരുടെ ഉള്ളിലും മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പം ഗോവിന്ദൻ 90 സീറ്റ് നമുക്ക് കിട്ടും, 90+ സീറ്റ് കിട്ടും എന്നൊക്കെ ഗോവിന്ദൻ പറയും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയും 75-ൽ കൂടുതൽ അല്ലെങ്കിൽ 80-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് സംസ്ഥാന കമ്മിറ്റി പറയും. പക്ഷേ താഴെ തട്ടി ബ്രാഞ്ച് തലം മുതലുള്ള അവരുടെ കണക്കെടുപ്പുകളിൽ നിന്നൊക്കെ തെളിയുന്നത് അവരുടെ ഒരു വിശ്വാസക്കുറവുണ്ട്. അവർക്കൊരു വിശ്വാസക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അവർ എത്ര കൂട്ടിയിട്ടും കിഴിച്ചിട്ടും ഒന്നും 70 എന്ന് പറയുന്ന അല്ലെങ്കിൽ 71 എന്ന് പറയുന്ന ആ മാജിക്കൽ ഫിഗറിന്റെ അടുത്തെത്താൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് UDF ആണ് കേരളത്തിൽ അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നത് UDF ആണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് UDF ആണ് വിജയിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നുള്ളത് എന്ന് പറഞ്ഞാൽ കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? നേരത്തെ തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, വോട്ടെണ്ണൽ കഴിയട്ടെ, കോൺഗ്രസിന്റെ വിജയം ഉറപ്പാവട്ടെ, അല്ലെങ്കിൽ UDF-ന്റെ വിജയം ഉറപ്പാവട്ടെ, എന്നിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണല്ലോ പറഞ്ഞത്. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഹൈക്കമാൻഡ് ആണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പാണ് നമ്മുടെ ഷിയാസ്, എറണാകുളത്തെ നേതാവ് ഷിയാസ് പറഞ്ഞത് എറണാകുളംകാരനായിരിക്കും മുഖ്യമന്ത്രി. ഇത് ഷിയാസ് അങ്ങോട്ട് പെട്ടെന്ന് പറയൂ? ഇല്ല, ഷിയാസ് അങ്ങോട്ട് പെട്ടെന്ന് പറയുന്നൊന്നുമല്ല. ഷിയാസിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ആര് പറയിപ്പിച്ചത്? VD സതീശൻ പറയിപ്പിച്ച തന്നെയാണ്. VD സതീശൻ പറയിപ്പിച്ചത് തന്നെയാണ്. കാരണം ഇതില് ഞാൻ ഈ പറയാൻ പോകുന്നതിൽ ആർക്കും വിയോജിപ്പുകളോ വ്യത്യസ്ത അഭിപ്രായങ്ങളോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെയൊക്കെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 5, 6, 7, 8 പേരുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ചർച്ചക്ക് ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോ കൃത്യമായി 3 പേരുകളാണുള്ളത്. അതില് ഇനി തർക്കമുണ്ടായാലും തർക്കമില്ലെങ്കിലും 1-ാം സ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിക്കുന്നത് VD സതീശനെ തന്നെയാണ്. VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെടാൻ കാത്തു നിൽക്കുന്ന 1-ാമത്തെ ആൾ. 2-ാമത്തെ ആൾ രമേശ് ചെന്നിത്തലയാണ്. 3-ാമത്തെ ആൾ KC വേണുഗോപാലാണ്. ഇതിലാർക്കും സംശയമില്ലല്ലോ. തൽക്കാലം K സുധാകരനോ അല്ലെങ്കിൽ K മുരളീധരനോ അല്ലെങ്കിൽ ശശി തരൂരോ ഒന്നും ഈ ഒരു ചിത്രത്തിലേക്ക് ഇപ്പോൾ വരുന്നില്ല. ഈ 3 പേരാണ്. ഈ 3 പേരിൽ ആരാവും മുഖ്യമന്ത്രി എന്നുള്ളതിന്റെ ചർച്ചകളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മാതൃഭൂമിയുടെ 7-ാം പേജിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട്. കസേര കിട്ടും മുമ്പേ കോൺഗ്രസിൽ കസേര കളി എന്നാ പറയുന്നത്. കണ്ടില്ലേ? കസേര കിട്ടും മുമ്പേ കോൺഗ്രസിൽ കസേര കളി. മാതൃഭൂമി എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം. അതായത് അനീഷ് ജേക്കബിന്റെ സ്റ്റോറിയാണ്. അനീഷ് ജേക്കബ് പറയുന്നത്, തിരഞ്ഞെടുപ്പ് ഫലം വരാൻ 3 ആഴ്ചയുണ്ടെങ്കിലും ഭരണം ലഭിക്കുമെന്ന നിഗമനത്തിൽ കോൺഗ്രസിൽ കസേര കളി തുടങ്ങി. പ്രമുഖ നേതാക്കളുടെ അണികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അതത് പക്ഷത്തിനായി രംഗത്തിറങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷിയാസ് ചെയ്തതുപോലെ. ഇത്തരം ചർച്ചകൾ ഹൈക്കമാൻഡ് ശക്തമായി വിലക്കിയിട്ടുണ്ടെങ്കിലും ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ നേതാക്കന്മാരുടെ വാക്കുകൾ ഇടയ്ക്ക് വഴുതുന്നത് ചർച്ചകൾക്ക് ഊർജം പകരുന്നു. മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്നാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അഭിപ്രായമാണ് തുറന്ന ചർച്ചകൾക്ക് വഴിവെച്ചത്. MLA അല്ലാത്ത ആൾ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് KPCC പ്രസിഡന്റ് നൽകിയ മറുപടി അത്തരം സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്നതായിരുന്നു. അങ്ങനെ ഒരു സംഭവം അതിന്റെ അടുക്കുണ്ടായിട്ടോ. അതായത് മാധ്യമപ്രവർത്തകരാ ചോദിച്ചത്, ഈ MLA അല്ലാത്ത എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരുന്നത് അല്ലാത്ത ഒരാൾ, 3-മതൊരാൾ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയും ആവാം, ഹൈക്കമാൻഡ് ആണല്ലോ തീരുമാനിക്കുന്നത് എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞെന്ന് പറഞ്ഞാൽ KC വേണുഗോപാലും ആകാം എന്ന ഒരു സൂചന കൂടി കിട്ടുന്നു. പിന്നെ എന്നാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും നേരിട്ട് ഇത്തരം ചർച്ചകളുടെ ഭാഗമാകാതെ പാർട്ടിക്ക് അതിൻ്റെതായ രീതിയുണ്ടെന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. അത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. ഒരിക്കലും VD സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ല. പക്ഷേ VD സതീശൻ അങ്ങനെയല്ല. VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഈ എന്താ പറയാ, ഈ തിരഞ്ഞെടുപ്പിൽ UDF എന്തായാലും വിജയിക്കും. UDF വിജയിച്ചിട്ടില്ല എങ്കിൽ, കോൺഗ്രസ് വിജയിച്ചിട്ടില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നാ പറഞ്ഞത് അല്ലേ? ഞാൻ വനവാസത്തിന് പോകും. അതൊരു പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നേതാവിന്റെ ഒരു മോട്ടിവേഷൻ ആയിട്ട്, അതായത് അണികൾക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കും, നമ്മൾ ജയിച്ചിരിക്കും. അതായത് തോറ്റു കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകും എന്നൊരു നേതാവ് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ 100 അല്ല 101% നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അണികളെ മോട്ടിവേറ്റ് ചെയ്തു VD സതീശൻ എന്ന് പറയുമ്പോഴും VD സതീശന്റെ ആ പറച്ചിലിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, VD സതീശൻ എന്താ പറയുന്നത്? തോറ്റു കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകും. എന്താ അതിന്റെ അർത്ഥം? ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ, UDF തോറ്റാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കും, ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ, UDF ജയിച്ചാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കുള്ളതാണ് അല്ലേ? അതല്ല അതിന്റെ അർത്ഥം. തോറ്റു കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറയാതെ പറയുകയാണ് VD സതീശൻ. അല്ലാതെ VD സതീശൻ തോൽവിക്ക് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ, ജയിച്ചു കഴിഞ്ഞാൽ എനിക്കല്ല അതിന്റെ ഉത്തരവാദിത്വം എന്നൊന്നും അല്ല സതീശൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം VD സതീശനെ നമുക്കൊക്കെ അറിയാം. VD സതീശൻ വളരെ കൃത്യമായി പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ് എന്നുള്ളതാണ് നമുക്കറിയാം. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ നടന്ന ഏതൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളാണ്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ് ചേലക്കരയിൽ മാത്രമാണ് തോറ്റുപോയത്. പക്ഷെ ചേലക്കരയിൽ തോറ്റെങ്കിലും കൂടി അതൊരു യഥാർത്ഥത്തിൽ തോൽവി ആയിരുന്നില്ല. കാരണം CPMന്റെ വോട്ട് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പകുതിയിലേറെ കുറയ്ക്കാനൊക്കെ സാധിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പാലക്കാട്ടെ വിജയം, നിലമ്പൂരിലെ വിജയം എന്ന് പറഞ്ഞാൽ അതിനുശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വമ്പിച്ച വിജയമാണ് UDF നേടിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേടിയത്. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു വിജയം? കോൺഗ്രസ്സുകാരും വിചാരിച്ചില്ല, VD സതീശനും വിചാരിച്ചില്ല, രമേശ് ചെന്നിത്തലയും വിചാരിച്ചില്ല, KC വേണുഗോപാലും വിചാരിച്ചില്ല, ലോകത്ത് ആരും വിചാരിച്ചില്ല ഇത്ര വലിയൊരു വിജയം UDFന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കാണ്? ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കാണ് എന്നാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് VD സതീശൻ പറഞ്ഞതിൽ എന്ത് കാര്യമാണ് ഇതിലുള്ളത്? അതാണോ ശരി? യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയം, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നിലമ്പൂര് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവരവരുടെ സിറ്റിംഗ് സീറ്റുകളാണെന്നേ. ആ സിറ്റിംഗ് സീറ്റുകളിൽ ജയിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമായി കണക്കാക്കുന്നതിലൊന്നും കാര്യമില്ല. പിന്നെ മറ്റൊന്ന്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിന്നെ വലിയ നേട്ടമുണ്ടായി. അതിൽ കാരണം കോൺഗ്രസ്സുകാര് ഒരു ശക്തമായ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടൊന്നുമല്ല. ഇത് പിണറായി വിജയന്റെ തോന്നിയാസം കൊണ്ട്, പിണറായി വിജയന്റെ മരുവന്റെ തോന്നിയാസം കൊണ്ട്, അന്തംഗമ്മികളുടെ തോന്നിവാസം കൊണ്ട്, CPMന്റെ തോന്നിവാസം കൊണ്ട്, പിണറായി സത്തെ കൊണ്ട്, അല്ലെങ്കിൽ മരുമോനിസത്തെ കൊണ്ട് ഉണ്ടായ വിജയമാണിത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ UDFനെ ഉപതെരഞ്ഞെടുപ്പുകളിലും അത് കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വൻ വിജയത്തിലേക്ക് വഴിയൊരുക്കിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരല്ലാമേ, അത് CPMകാരാണ്. അതിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനാണ്, അതിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് റിയാസാണ്, അതിന് നേതൃത്വം കൊടുത്തത് MV ഗോവിന്ദനാണ്, M സ്വരാജാണ്, നികേഷ് കുമാറാണ്, ഇവരൊക്കെയാണ്, അല്ലെങ്കിൽ AK ബാലനാണ്. ഇവരൊക്കെയാണ് ഇതിനുള്ള ഒരു വഴിയൊരുക്കി കൊടുത്തത്. അതല്ലാതെ VD സതീശന്റെ ഒരു കേരള യാത്ര കൊണ്ടോ, അല്ലെങ്കിൽ VD സതീശന്റെ പുതു യുഗ യാത്ര കൊണ്ടോ നല്ല ഈ ഇത്തരത്തിലുള്ള വിജയം നേടിയതെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പം ഇനി മാതൃഭൂമി പറയുന്ന മറ്റു കാര്യം, അതായത് മുമ്പ് K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കൾ മുന്നണിയെ നയിച്ചിരുന്ന കാലത്ത് നേരത്തെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അധികാരം ലഭിച്ചാൽ ആരാവും അമരത്ത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. ശരി, തർക്കമുണ്ടായിരുന്നില്ല. എന്നാൽ നിലവിൽ അതല്ല സ്ഥിതി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരുന്നില്ല സ്ഥാനാർത്ഥി നിർണയം എന്നതിനാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശൽ ഇപ്രാവശ്യം നടക്കാനിടയില്ല. എങ്കിലും MLA-മാരുടെ അഭിപ്രായം തേടിയ ശേഷമാകും ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനമാണ്. അതായത് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായും ഈ ജയിച്ചു വരുന്ന MLA-മാരുടെ ഒരു അഭിപ്രായം ചോദിക്കും. അപ്പോൾ ആരാകും? അവിടെയാണ് VD സതീശൻ പുറന്തള്ളപ്പെടാൻ വേണ്ടി പോകുന്നത്. കാരണം എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഈ പറയുന്ന സ്ഥാനാർത്ഥികളിൽ 50% കൂടുതൽ പേരും
കെ സി വേണുഗോപാലിനോട് ആഭിമുഖ്യം പുലർത്തുന്നില്ല, അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ ഒരു ഗ്രൂപ്പ് എന്നൊന്നും പറഞ്ഞുകൂടാ, പക്ഷെ ആ ഒരു കെ സി വേണുഗോപാലിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ഒരു 50% കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ രമേശ് ചെന്നിത്തല, അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ MLA-മാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം MLA-മാരുടെ ഒരു പിന്തുണയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തീർച്ചയായും ഈ ഒരു മത്സരം കഴിഞ്ഞ് ഒരു വൻ വിജയം ഇവർ വിചാരിക്കുന്ന പോലെ UDF ഒരു 100 സീറ്റിൽ കൂടുതൽ, ഒരു 102, 105, 110 സീറ്റിലൊക്കെ UDF വിജയിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ VD സതീശനാണ് ഇതിന്റെ ഒരു വിജയശില്പി എന്നൊക്കെ പറയുമ്പോഴും MLA-മാരുടെ അഭിപ്രായം VD സതീശൻ അല്ല. അതിന് പകരം MLA-മാർ ആവശ്യപ്പെടുന്നു VD സതീശനേക്കാൾ തങ്ങൾക്ക് താല്പര്യം ആരെയാണ്? കെ സിക്ക് എപ്പോഴാണ് നറുക്ക് വീഴുക എന്ന് ചോദിച്ചാൽ, ഇപ്പം രമേശ് ചെന്നിത്തല നമുക്ക് കഴിഞ്ഞ 5 വർഷം, നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന്റെ പ്രവർത്തനം, അതിന്റെ മുമ്പ് 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനം, ഇത് രണ്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആരാണ് മുന്നിൽ നിൽക്കുന്നത്? ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ് എന്ന്. രമേശ് ചെന്നിത്തല 2016 മുതൽ 2021 വരെ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പോരാട്ടം, 2021 മുതൽ 2026 വരെ VD സതീശനെ അത്രമാത്രം രമേശ് ചെന്നിത്തലയെ പോലെ പിണറായി വിജയനെ കിടുകിട വിറപ്പിക്കാൻ VD സതീശൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ 2016 മുതൽ 2021 വരെ എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ കോവിഡ് കാലഘട്ടമായിരുന്നു. പിന്നീട് എന്താണ്, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ആവശ്യമായ ഒരു പിന്തുണ, രമേശ് ചെന്നിത്തലയുടെ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ ആവശ്യമായ ഒരു പിന്തുണ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. രമേശ് ചെന്നിത്തല അക്കാലത്ത് ഉന്നയിച്ചിരുന്ന നിരവധി ആരോപണങ്ങൾ, ഒരുപാട് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലാവുകയും അതിന്റെ ഫലമായി ഗവൺമെന്റ് അത്തരം തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു. അതായത് ഇപ്പൊ ഒരു വൻ നിയമ പോരാട്ടമൊക്കെ നടത്തിയിട്ട് ഇവിടെ അഴിമതി തെളിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ പല നെറികെട്ട പ്രവർത്തനങ്ങളും സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത് രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു പ്രവർത്തനം കഴിഞ്ഞിട്ട് തീർച്ചയായും രമേശ് ചെന്നിത്തല ആയിരുന്നേനെ മുഖ്യമന്ത്രി, എങ്ങനെ ആയിരുന്നെങ്കിൽ UDF കഴിഞ്ഞ തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. രണ്ടാം പിണറായി വിജയൻ അധികാരത്തിലെത്തി. അതിനുശേഷം രമേശ് ചെന്നിത്തലയെ മാറ്റുന്നു, പകരം VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നു. തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. നമുക്ക് ആ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മിച്ച് നോക്കിയാൽ അറിയാം. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന്റെ മുന്നിൽ പരാതിപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ രമേശ് ചെന്നിത്തലയെ ഒരു പക്ഷേ ഹൈക്കമാൻഡ് സമാശ്വസിപ്പിച്ചത്, വരട്ടെ അടുത്ത തവണ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കില്ലേ? ഇനി മറ്റൊന്നുകൂടി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അതായത് കെ സുധാകരൻ ഈ തനിക്ക് ഇതിൽ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 5 ദിവസത്തോളം ഡൽഹിയിൽ പോയി. തിരുവനന്തപുരം ഡൽഹി എന്ന് പറഞ്ഞ ഹൈക്കമാൻഡിനെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ച് അവസാനം ഒരൊറ്റ രാത്രി കൊണ്ട് കെ സുധാകരൻ പറയുന്നു, ശരി ഞാൻ കീഴടങ്ങി എന്ന് പറഞ്ഞ് കെ സുധാകരൻ തിരിച്ചു വരികയാണ്. കെ സുധാകരന് എന്തെങ്കിലും ഒരു ഉറപ്പ് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ടാവില്ലേ? കാരണം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അടുത്ത മുഖ്യമന്ത്രി ആരാവരുത്, VD സതീശൻ ആവരുത്, VD സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് യഥാർത്ഥത്തിൽ കെ സുധാകരനുള്ള. അല്ല, കെ സുധാകരന് മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥകളും അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു മോഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ തനിക്ക് മുഖ്യമന്ത്രി ആവണം എന്നുള്ള മോഹമൊന്നും കെ സുധാകരനുള്ളതായി എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതേസമയത്ത് തന്നെ സതീശനാവാൻ പാടില്ല. ഒരുപക്ഷെ ഹൈക്കമാൻഡ് സുധാകരന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവാം, എന്തായാലും VD സതീശനാവില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷെ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവാം, അടുത്ത തവണ ജയിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയാവും മുഖ്യമന്ത്രി. കെ സുധാകരൻ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവാം, സുധാകര ശാന്തനാഗ്, അടങ്ങ്, നമുക്ക് പരിഗണിക്കാം, VD സതീശനെ ഒരിക്കലും മുഖ്യമന്ത്രിയാക്കില്ല. അങ്ങനെ ഒരു തീരുമാനത്തിന് സാധ്യതയില്ലേ? ഇനി മറ്റൊന്ന്, ഇവര് തമ്മിൽ ഈ രീതിയിലുള്ള ഒരു വഴക്ക് മൂർച്ഛിച്ചാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ VD സതീശൻ വൻ പ്രതിഷേധത്തിന്, വൻ കോലാഹലത്തിന് ഒക്കെ തയ്യാറാകുമെന്നൊരു ഘട്ടം ഒരു തരത്തിലും ഒരു സമവായം ഉണ്ടാകുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ, മുഖ്യമന്ത്രി ആരായിരിക്കും? KC ആയിരിക്കും. കാരണം MLA ആവാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുക എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തായാലും അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തായാലും അതൊന്നും അങ്ങനെ പുത്തരിയൊന്നുമല്ല. KC വേണുഗോപാൽ വരികയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യുക എന്നുള്ളൊരു സാധ്യത അവിടെ തെളിയുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഞാൻ അവസാനം പറഞ്ഞ കാര്യത്തിൽ അവസാനം നറുക്ക് വീഴുക KC വേണുഗോപാൽ തന്നെയായിരിക്കും കേട്ടോ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ,
അത്രയും എളുപ്പത്തിൽ വി ഡി സതീശന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? അതിന് രമേശ് ചെന്നിത്തല സമ്മതിക്കുമോ? ഇനി പോട്ടെ, നമ്മുടെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മുടെ സാമുദായിക നേതാക്കളുണ്ടല്ലോ, ഈ സാമുദായിക ഇപ്പം സുകുമാരൻ നായർ, NSSന്റെ സുകുമാരൻ നായരും SNDPയുടെ വെള്ളാപ്പള്ളി നടേശനും, ഈ രണ്ടുപേര്, അതായത് ഈ പ്രബല സമുദായങ്ങളെ പടക്കിക്കൊണ്ടൊന്നും ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ രണ്ട് സമുദായ നേതാക്കളുടെയും മനസ്സിലാരായിരിക്കും വി ഡി സതീശനേക്കാൾ എന്തുകൊണ്ടും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആഗ്രഹിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാവണമെന്നാണ്? രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണമെന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ, താക്കോൽ സ്ഥാനത്ത് എന്റെ ഒരു നോമിനി വേണമെന്നൊക്കെ സുകുമാരൻ നായർ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല തന്നെയാണോ? അതല്ലാതെ വി ഡി സതീശനല്ല സുകുമാരൻ നായരുടെ മനസ്സിൽ. അതേപോലെ തന്നെ SNDP ജനറൽ സെക്രട്ടറി നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ അത്രമാത്രം വി ഡി സതീശനെതിരെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ആ വി ഡി സതീശന് മുഖ്യമന്ത്രി ആവും എന്നൊരു ഘട്ടം വന്നാൽ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശന് അത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാമുദായിക നേതാക്കൾ, അതല്ല മൊത്തത്തിൽ കേരളത്തിലെ ഇത്തരത്തിൽപ്പെട്ട ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ള ഒരു മമത വെച്ചു പുലർത്തുന്നതൊക്കെ ഇവിടെ രമേശ് ചെന്നിത്തല തന്നെയാണ്. അതല്ലാതെ വി ഡി സതീശനല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മറ്റൊന്ന്, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന വി ഡി സതീശനുള്ള ഏറ്റവും വലിയൊരു പോരായിക എന്ന് പറഞ്ഞാൽ, വി ഡി സതീശൻ വളരെ കർക്കശക്കാരനായി. അതൊരു പക്ഷേ കോൺഗ്രസിൽ ആവശ്യമാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം. എന്റെ ഏറ്റവും വലിയ വിയോജിപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഇനി വിയോജിച്ചാലും വിയോജിച്ചില്ലെങ്കിലും ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ഈ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് വരെ പുറത്താക്കുകയും ഈ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു നിർത്തിക്കൊണ്ട് തങ്ങൾ എന്തോ വലിയ വിശുദ്ധന്മാരാണ്, തങ്ങൾ എന്താ പറയാ സ്ത്രീ പീഡന പരാതി വരുമ്പോഴത്തേക്ക് തന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വി ഡി സതീശനെടുത്ത നിലപാടുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് അന്നും എന്നും പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസ് അല്ലാത്ത, അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു 10-12 ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ നോക്കിയാട്ടെ. ഏറ്റവും കൃത്യമായി പിണറായി വിജയന് കൃത്യം മറുപടികളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഒരു കോൺഗ്രസ് നേതാവും, ഞാൻ പറയട്ടെ, വി ഡി സതീശൻ പോലും പിണറായി വിജയനോട് കൃത്യമായ മറുപടി പറയുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ഇവിടെ കൃത്യം വയനാട് ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിണറായി വിജയന്റെ വായടപ്പിച്ചത് പുറത്തു നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ വളരെ കൃത്യമായ നിലപാടെടുക്കാൻ, കണിശമായ മറുപടി പറയാൻ കോൺഗ്രസിൽ ആരും ഉണ്ടായിരുന്നില്ല. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു നിർത്തിയത്? വി ഡി സതീശൻ മാത്രമാണ്. കെ സുധാകരനോ അല്ലെങ്കിൽ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കന്മാർ മുഴുവനും ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കരുത് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കരുത് എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയത്. അതിന് പിന്നിലുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. എന്തായാലും വി ഡി സതീശന്റെ ഈ കർക്കശമായ നിലപാടുകളുണ്ടല്ലോ, വി ഡി സതീശൻ എന്തായിരിക്കും അർത്ഥമാക്കിയത്? കോൺഗ്രസ് അങ്ങനെ സംശുദ്ധ പാർട്ടി എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ ഒരു കാര്യത്തിന് ഉത്തരം പറയണം. ഏറ്റവും അവസാനം പി കെ ശശിയെ കുറിച്ച് കോൺഗ്രസ്സുകാർ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? പി കെ ശശി ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ എന്നാണല്ലോ. പി കെ ശശി ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ എന്ന് പറഞ്ഞിരുന്നവർ അവസാന നിമിഷത്തിൽ പി കെ ശശി CPM വിട്ട് കോൺഗ്രസ് വന്നപ്പോൾ പി കെ ശശി ഏറ്റെടുക്കുകയും പി കെ ശശിക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്ത സതീശന് എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾ പറ എന്ത് ധാർമ്മികതയാണുള്ളത്? സ്വന്തം പാളയത്തിൽപ്പെട്ട ഈ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഈ 3 പരാതികളിലും കഴമ്പില്ല എന്ന് കോടതികളാണ് പറഞ്ഞത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടമായിരുന്നു ശരി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത് കള്ളപ്പരാതികളായിരുന്നു എന്ന് ഈ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ഹൈക്കോടതി പറഞ്ഞു, സെഷൻസ് കോടതി പറഞ്ഞു. മാത്രമല്ല ഈ അതിജീവിത സുപ്രീം കോടതിയിൽ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയി. അപ്പോഴും ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയപ്പോ സുപ്രീം കോടതി പോലും പറഞ്ഞു റദ്ദാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു 3 കള്ളപ്പരാതികൾ കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെതിരെ വന്നപ്പോൾ അയാളെ പുറത്താക്കി. എന്നിട്ട് CPM-ലെ ഒരു നാറിപ്പുഴുത്ത ഒരു നേതാവിനെ ഇത്രയും കാലം അയാൾ വലിയ സ്ത്രീ പീഡകൻ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന പി കെ ശശിക്ക് പിന്തുണ, പി കെ ശശിയെ മത്സരിപ്പിക്കുന്നു. വി ഡി സതീശന്റെ നിലപാട് എത്രമാത്രം ശരിയായിരുന്നു നിങ്ങൾ പറ. അപ്പൊ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ഇതൊരു കൃത്യമായൊരു അല്ലെങ്കിൽ നിഷ്പക്ഷമായൊരു നിലപാട് എന്നും പറഞ്ഞുകൂടാ. മറ്റൊന്ന്, ഈ വർഗീയ ശക്തികളുമായി
വർഗീയ ശക്തികളുമായുള്ള ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഈ സംഘടനകളുമായിട്ടുള്ള ഒരു ഐക്യപ്പെടൽ, ഇതിനൊക്കെ ഒരു സമ്മതം മൂടിയ അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സമീപിച്ച വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം എന്ത് ധാർമ്മികതയാണുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പൊ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശൻ സൃഷ്ടിച്ചെടുത്ത, സ്വയം നിർമ്മിച്ചെടുത്ത ഒരു നിർമ്മിതി ഉണ്ടല്ലോ. ഞാൻ ഏറ്റവും സംശുദ്ധനായ നേതാവാണ്, ഞാനല്ലാതെ പിന്നെ കോൺഗ്രസ് ഇല്ല, ഞാനാണ് കോൺഗ്രസിനെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ കഴമ്പില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. കാരണം രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും നമ്മൾ ഒരു തുലാസിന്റെ 2 തട്ടുകളിലിട്ട് തൂക്കി നോക്കിയാൽ എന്തായാലും രമേശ് ചെന്നിത്തലയുടെ തട്ട് താന്നു തന്നെ ഇരിക്കും കേട്ടോ. കാരണം രമേശ് ചെന്നിത്തലയുടെ പോരാട്ട വീര്യങ്ങൾക്ക് മുമ്പിൽ വി.ഡി. സതീശൻ അത്രമാത്രം വലിയ പോരാട്ട വീര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ സ്ഥിതിഗതികൾ പലപ്പോഴും വി.ഡി. സതീശന് അനുകൂലമായി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒന്ന് സമർപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താ പറയാ, UDF വൻ വിജയം നേടുകയും ആര് മുഖ്യമന്ത്രിയാവുകയും എന്ന് പറയുന്ന ഒരു തർക്കം ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇവിടെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമുണ്ടാവും. അങ്ങനെ തർക്കമുണ്ടാവുമ്പോൾ, ഈ തർക്കം പരിഹരിക്കപ്പെടാതെ തുടരുമ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഒറ്റ പോംവഴി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എങ്കിൽ ഒരു സമവായത്തിന്റെ പാതയിൽ പോകാം, നമുക്ക് കെ സിയെ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. ഏതായാലും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഈ മാതൃഭൂമിയിൽ സാധ്യതകൾ 3 എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. മാതൃഭൂമി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്, എന്ത് 3 സാധ്യതകളാണ്? അതിൽ ആദ്യത്തെ കാര്യം പറയുന്നത്, UDF അധികാരത്തിൽ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സ്വാഭാവിക പേരാണ്. അപ്പൊ അങ്ങനെ, അതായത് നമ്മുടെ ഒരു പൊതുബോധ നിർമ്മിതിയാണ് കേട്ടോ. അതൊരു സ്വാഭാവികമായി വി.ഡി. സതീശൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. വലിയ വിജയമുണ്ടായാൽ സതീശന്റെ നിലപാടുകൾക്കുള്ള അംഗീകാരമായി കൂടി കണക്കാക്കപ്പെടും. അങ്ങനെയാണ് മാതൃഭൂമി പറയുന്നത്. വലിയ വിജയം, അതായത് 100+ സീറ്റുകൾ കിട്ടിയാൽ അത് വി.ഡി. സതീശന്റെ വി.ഡി. സതീശനുള്ള ഒരു അംഗീകാരമായിരിക്കും. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 100ൽ കൂടുതൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വി.ഡി. സതീശൻ എന്ത് പ്രാധാന്യമാണത് അതിനുള്ളത്? അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അവിടെ രമേശ് ചെന്നിത്തലയുടേതായ എന്താ പറയാ ഒരു ദൗത്യം കടമ നിർവഹിച്ചിട്ടുണ്ട്. കെ സി വേണുഗോപാലിന്റേതായ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഓരോ കോൺഗ്രസ് നേതാവും ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും അല്ലാതെ ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു വിജയം സമ്മാനിച്ചത് തീർച്ചയായും പിണറായി വിജയന്റെ കാളികൂളി സംഘവും തന്നെയായിരിക്കും. ഇതിൽ വി.ഡി. സതീശന് എന്ത് പ്രത്യേകിച്ച് മേന്മ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ മാതൃഭൂമി പറയുന്നതാണ് വി.ഡി. സതീശന് സ്വാഭാവികമായി അങ്ങനെ ഒരു മേൽക്കൈ കിട്ടുമെന്ന് പറയുന്നത്. ഇനി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പേരും തുല്യ പ്രാധാന്യത്തിൽ പരിഗണിക്കപ്പെടും. പാർട്ടിയിലെ സീനിയോറിറ്റി അനുകൂല ഘടകമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പാർട്ടിയിൽ ഒരു സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല നടത്തിയ പോരാട്ടങ്ങൾ, ഈ KSU കാലം മുതൽ യൂത്ത് കോൺഗ്രസ് കാലം മുതൽ രമേശ് ചെന്നിത്തല നടത്തിയ വിവിധങ്ങളായ സമരങ്ങൾ, വിവിധങ്ങളായ പോരാട്ടങ്ങൾ, അതൊക്കെ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വി.ഡി. സതീശൻ ഒന്നുമല്ല. രമേശ് ചെന്നിത്തലയോട് മുട്ടാനുള്ള ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു ധാർമ്മികതയും യഥാർത്ഥത്തിൽ സതീശനില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. വലിയ ഭൂരിപക്ഷത്തോടെയല്ല അധികാരം പിടിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അനുനയ രീതി ഗുണകരമാകാന്ന് പറയുന്നത്. പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിലല്ല UDF ജയിക്കുന്നത്, തട്ടിമുട്ടി UDF ജയിക്കുകയാണെങ്കിൽ അപ്പോൾ വി.ഡി. സതീശനേക്കാൾ രമേശ് ചെന്നിത്തലക്കായിരിക്കും നറുക്ക് വീഴുക എന്നുള്ളതാണ് മാതൃഭൂമി പറയുന്നത്. അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. പിന്നെ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പേരാണ് മറ്റൊന്ന്. ദേശീയ നേതൃത്വത്തിലെ പുനഃസംഘടന കൂടി ഉടൻ ഉണ്ടായേക്കുമെന്ന പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ സംസ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം. അപ്പൊ അങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു ഓപ്ഷനായിട്ട് കെ.സിയെ നിയോഗിച്ചേക്കാം എന്ന് പറയുന്നു. MLA അല്ലാതെ മുഖ്യമന്ത്രിയായ ചരിത്രം കോൺഗ്രസിലും CPM-ലും ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് മുന്നണികളിലും MLA അല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയ പരീക്ഷണങ്ങളൊക്കെ നേരത്തെ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. ഏതായാലും 4-ാം തീയതി വോട്ടെണ്ണുന്ന ദിവസം വരെ ഈ പറയുന്ന 19 ദിവസവും നമുക്ക് ഈ കാര്യം ചർച്ച ചെയ്യാം, നമുക്ക് ഈ കാര്യത്തിൽ തർക്കിക്കാം, നമുക്ക് ഈ കാര്യത്തിൽ സംവാദം നടത്താം.
ഏതായാലും ഈ ഒരു കാര്യത്തിൽ, അതായത് ആരാവും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു ചിലർക്ക് യു ഡി എഫ് അധികാരത്തിൽ വരില്ല, അധികാരത്തിൽ വരാൻ പോകുന്ന LDF തന്നെയായിരിക്കും എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, ഇൻവെർട്ടർ കോമയിലാണ് തെറ്റിദ്ധാരണ എന്ന് ഞാൻ പറയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ധാരണയായിരിക്കാം. അത്തരം നിങ്ങൾക്കും നിങ്ങളുടെ നിലപാടുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അങ്ങനെ ഈ ഒരു സംവാദത്തിന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.